ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിമനോഹരമായ ഒരു സീസണായിട്ട് മാറാൻ വളരെ സാധ്യതയുള്ള സീസണാണ്. കാരണം ലാലേട്ടൻ്റെ എൻട്രി മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയും അതേപോലെ വളരെ പ്രതീക്ഷയുമുള്ളൊരു എപ്പിസോഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എൻട്രിയും ആ റൂമിലെ ഓരോ കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതികളും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരുന്നു. ഗാർഡൻ ഏരിയ അല്ലെങ്കിൽ ജയിലിൽ ലാലേട്ടൻ കിടക്കുന്ന ആ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതേപോലെ ഡൈനിങ് ഏരിയ, കൂടാതെ അങ്ങനെ മറ്റ് പല മേഖലകളും, അതുപോലെ ബെഡ്റൂംസ് 4 ബെഡ്റൂംസാണുള്ളത്. ഒരെണ്ണം സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചേക്കുവാണ്, പവർ ബെഡ്റൂംസിന് മാറ്റി വെച്ചേക്കുവാണ്. ബാക്കി 3 ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള അവസരമുള്ളത്. അപ്പോൾ എല്ലാം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു അപരനെ പോലെ ഒരാളെ കാണിച്ചുകൊണ്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. കിച്ചൺ ഏരിയയുടെ പ്രത്യേകതകൾ, വളരെ മനോഹരമായ കിച്ചൺ ഏരിയകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വളരെ ഭംഗിയോടുകൂടിയ ഒരു ബിഗ് ബോസ് ഹൗസാണ് നമുക്ക് ഈ പ്രാവശ്യം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടൻ്റെ ത്രിമാന രൂപങ്ങൾ തന്നെ കണ്ട് നമ്മൾ അനുഭവപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ ബിഗ് ബോസിൻ്റെ നമ്മുടെ കൺഫെഷൻ റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിമനോഹരമായ റൂമാണ്. അത് മനോഹരമായിട്ടെന്ന് പറയേണ്ടി വരും. കാരണം ഇത്ര മനോഹരമായ റൂം ഇതിനു മുമ്പ് നമുക്കൊരു ബിഗ് ബോസിനും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ബിഗ് ബോസ് ഹൗസ്. അതുപോലെ ഓരോ ബെഡ്റൂമിനെ പറ്റിയും പ്രത്യേകം എടുത്ത് പറയുന്നു. അതിൻ്റെ ഭംഗിയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. പക്ഷേ ചെറിയ റൂമുകളായിട്ടാണ് 3 ബെഡ്റൂംസുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പവറുള്ള ആൾക്കാർക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഗാർഡൻ ഏരിയ ആയാലും എൻട്രൻസ് ഏരിയ ആയാലും എല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടാതെ ബിഗ് ബോസ് പല കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞു, ഒന്നും പ്ലാൻ ചെയ്ത് വന്നിട്ട് കാര്യമില്ല. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന രീതിയിൽ പറഞ്ഞ മത്സരാർത്ഥികളോട് ബിഗ് ബോസ് എന്നിട്ട് പറയുന്നത് നമ്മൾ കണ്ടു. എല്ലാം കൊണ്ടും പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബിഗ് ബോസ് ഹൗസായിട്ട് ഈ പ്രാവശ്യം മാറാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും വളരെ ആകാംക്ഷയിലാണ്. ലാലേട്ടൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ ജസ്റ്റ് വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ എൻട്രിയിൽ എന്നിട്ട് ആദ്യം മത്സരാർത്ഥി എന്ന രീതിയിൽ നമ്മൾ കോമണേഴ്സിനെ 2 ലേഡീസിനെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ എൻട്രി ചെയ്ത ശേഷമാണ് വരുന്നത്. ആ 2 കോമണേഴ്സിന് അവസാനമാണ് അവരെ 18ഉം 19ഉമായിട്ട് വിടുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ആദ്യം അവരെ കാണിക്കുന്നുണ്ട്. അവരുടെ പേരുകൾ എന്താണെന്ന് വെച്ചാൽ നിഷാന, ഒരാളുടെ പേര് നിഷാന എന്നും ഒരാളുടെ റസ്മിൻ ബായ് എന്നാണ്. ഒരാൾ ടീച്ചറാണ്, സെൻറ് സ്കൂളിലെ ടീച്ചറാണ്. ഒരാൾ ബൈക്ക് യാത്രികയാണ്. അപ്പോൾ ഈ 2 പേരും അവസാനമാണ് അവരെ കിടത്തി വിടുന്നത്. പക്ഷേ ആദ്യം അവരെ കാണിക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് മറ്റു മത്സരാർത്ഥികളെ വീക്ഷിക്കുന്ന പോലെയാണ്. ഫസ്റ്റ് എൻട്രി വരുന്നതായിട്ട് അൻസീബിയാണ്, ആക്ട്രസ് അൻസീബിയാണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് ജിൻഡോ, കാലടിക്കാരന ജിൻഡോ, ബോഡി ബിൽഡറാണ് വരുന്നത്. അങ്ങനെയാണ് സെക്കൻഡ് എൻട്രി വരുന്നത്. പിന്നെ തേർഡ് എൻട്രി യമുന റാണിയാണ്, എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള യമുന റാണിയാണ്. അവരുടെ പേര് ശരിക്കും അരുണ എന്നാണ്, അരുണാചൽ പ്രദേശുകാരിയാണ് അവർ ശരിക്കും. ആൾക്കും വരാൻ പാടെന്ന് തോന്നും. അപ്പം അങ്ങനെ ഒരു ആളാണ് അവർ തേർഡ് എൻട്രി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിരുന്നു. പിന്നെ ഫോർത്ത് എൻട്രി ഋഷി എന്നറിയപ്പെടുന്ന മുടിയൻ്റെ എൻട്രി വളരെ ഉപ്പും മുളകിലെ ഫ്രെയിമായിട്ടുള്ള മുടിയൻ്റെ എൻട്രിയായിരുന്നു. അതും വളരെ മനോഹരമായിട്ടായിരുന്നു മുടിയൻ്റെ എൻട്രി കാണിച്ചിരിക്കുന്നത്. അങ്ങനെ 4 പേര് എൻട്രി കഴിഞ്ഞിട്ട് 5ാമതായിട്ട് വരുന്നത് നമുക്ക് ജാസ്മിൻ ജാഫർ എന്ന ഒരാളാണ്, ലേഡിയാണ്, യൂട്യൂബറാണ്. അവരാണ് 5ാമത്തെ എൻട്രി ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ ഫസ്റ്റ് തുടക്കം കാണിക്കുന്നത്. അങ്ങനെ 5ാമത്തെ എൻട്രി വരുന്നു. ശേഷം 6ാമത്തെ എൻട്രി ആയിട്ട് വരുന്നത് സിജോയാണ്. കൊല്ലംകാരനാണ് സിജോയാണ് 6ാമത്തെ എൻട്രി ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 7ാമത്തെ എൻട്രി ആയിട്ട് വരുന്നത് ശ്രീതു കൃഷ്ണ. 7ാമത്തെ എൻട്രി ശ്രീതു കൃഷ്ണയാണ്, സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ശ്രീതു കൃഷ്ണയാണ് വരുന്നത് 7ാമത്തെ എൻട്രി ആയിട്ടുള്ളത്. അവർ ചെന്നൈയിലാണ് താമസം, ചെന്നൈ താമസക്കാരിയാണ് ശ്രീതു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വരുന്നത് ജാനുമണി എന്ന് പറഞ്ഞിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള മോളിവുഡിലൊക്കെ ഉള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡാണ്. പിന്നെ വരുന്നത് രതീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. രതീഷ് കുമാർ തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം ചില്ലായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു, വന്ന വഴി അയാൾ ചില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നത് ശ്രീരേഖ ഒരു അഭിനേത്രിയാണ്, ചേർത്തലക്കാരിയാണ്. വെയിൽ എന്ന മൂവിയിൽ ഒരു നല്ലൊരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് റോക്കി എന്നറിയപ്പെടുന്ന റോക്കി ഹസി റൈഡറാണ്, ബോഡി ബിൽഡറാണ്, ടാറ്റു ഒക്കെ ചെയ്യുന്ന ആൾ, 2 വ്യക്തിത്വമുള്ള ആളെന്നൊക്കെ, തിരുവനന്തപുരംകാരൻ. പിന്നെ വരുന്ന അപ്സരയാണ്, സീരിയൽ ആക്ട്രസ് അപ്സരയാണ് വരുന്നത്.
അപ്സരയും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഗബ്രി ജോസാണ് വരുന്നത്, അങ്കമാലിക്കാരൻ ഗബ്രി ജോസാണ് വരുന്നത്. ഓക്കെ, ആക്ടറാണ്. പിന്നെ വരുന്നത് നോറ മസ്കാനാണ്, യൂട്യൂബറാണ്. നോറ മസ്കാൻ വരുന്നു, യൂട്യൂബറാണ്. പിന്നെ വരുന്നത് അർജുൻ ശ്യാമാണ്. അദ്ദേഹം ഒരു അഭിനയ മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു കോട്ടയംകാരൻ. പിന്നെ വരുന്നത് സുരേഷ് മേനോൻ എന്ന വ്യക്തിയാണ്. സുരേഷ് മേനോനെ പറ്റി പറയുവാണെങ്കിൽ ഒരു പാലക്കാട്ടുകാരനാണ്, മുംബൈ താമസിക്കുന്ന പാലക്കാട്ടുകാരനാണ്. മോഹൻലാലിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, തന്മാത്ര എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു ആക്ടറാണ്. പിന്നെ ശരണ്യ ആനന്ദ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ജനിച്ചു വളർന്ന ആക്ട്രസ്സാണ് ശരണ്യ ആനന്ദ് വരുന്നത്. പിന്നെ 18ാമത്തെ പ്രതിനിധിയായിട്ട്, പ്രേക്ഷകരുടെ പ്രതിനിധിയായിട്ട് വരുന്നതാണ് ഈ പറയുന്ന നിഷാനയും റസ്മിൻ ബായ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റിനോഷിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, വളരെ മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ഫൈറ്റൊക്കെ നല്ല രീതിയിൽ കിടപ്പുണ്ട്, നമുക്ക്